നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം കുറിച്ച് കിടന്നുറങ്ങിക്കാളി. നിങ്ങൾ ഉറങ്ങിയാലും ഈ ഗുളിക ഉറങ്ങൂല. ഇത് വയറ്റിന്റെ ഉള്ളിൽ ചെന്ന് സിന്ദാബാദും സത്യാഗ്രഹവും ഒക്കെ ഉണ്ടാക്കി പഴയ ചപ്പും ചവറൊക്കെ അടിച്ചു കൂട്ടി ലെവലാക്കി പോസ്റ്റ് ഓഫീസിന്റെ ബേക്കറി ഇവിടെ കൊടുന്നു വെക്കും. അപ്പൊ നിങ്ങൾ നല്ല ഉറക്കിലാണ്. അതിരാവിലെ സുബൈക്ക് 5 മണിക്ക് മമ്മദിന്റെ വീട്ടിലെ കോഴി കൊക്കക്കോ കോന്ന് പോകുമ്പോ ഇത് കഴിച്ച ആളെ വയറ്റിന്ന് കേൾക്കാ പൊപ്പൊപ്പേ വരവരെ ഒരു ഒച്ചും പൊളിയും ബഹളും. അത് കേട്ടാ പിന്നെ അവിടെ കെടുക്കരുത്. പിന്നെ അവിടെ കെടുന്ന ബെഡ് ആകെ നാറിക്കും. എണീക്കുക. അടുത്ത് കാണുന്ന പാടത്തോ പറമ്പിലോ കക്കൂസിലോ എവിടെ സൗകര്യം തോന്നണ് ചെന്നങ്ങട്ട് ഇരുന്നു കൊടുത്താല് നല്ല മുല്ലപ്പൂവിന്റെ കൊട്ട കൊട്ടിയ മാതിരി ഉണ്ടാവും. കിളകിളകളാന്നും പറഞ്ഞ അഴിഞ്ഞ് ഒരു 3-4 കിലോ അതിരാവിലെ തന്നെ. ആ മലത്തിൽ ഇറച്ചിയുടെ എല്ല്, മീന്റെ മുള്ള്, കല്ല്, നെല്ല്, ചളിക്കട്ട, തലമുടി നാല്, കരിവേപ്പിന്റെ 1000കണക്കിന് കൃമികൾ പുറത്തു പോകുന്ന കിട്ടും. വയറ് ശുദ്ധീകരിച്ച് കിട്ടും, കുട ശുദ്ധീകരിച്ച് കിട്ടും. അങ്ങനെ ശോധന വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ അല്പം ഉപ്പുര കഞ്ഞി കുടിക്കാൻ സ്റ്റോപ്പാവും, ചോറ് തിന്നാൽ സ്റ്റോപ്പാവും. ഇത് രാത്രി കഴിച്ചാൽ അത് രാവിലെയാണ് ഇറങ്ങുക. ആ സമയത്ത് വീട്ടിൽ ചിലപ്പോൾ കഞ്ഞി ചോറൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ ചായ ഉണ്ടാക്കൂല. ഏത് വീട്ടിലും കടിയും കൂടി ചായ കുടിക്കുക. പുട്ടോ ചപ്പാത്തിയോ പൂളക്കിഴങ്ങോ ഉപ്പുമാവോ പൊറാട്ടയും എന്തെങ്കിലും കനല് കഴിച്ചാൽ അത് സ്റ്റോപ്പാവും. പിന്നെ ഇറങ്ങൂല. പിന്നെ പിറ്റേന്ന് ചെയ്യും വേണ്ട. പിന്നെ നിത്യശോധന വന്നോളും. പിന്നെ ശോധന എപ്പോഴെങ്കിലും കാട്ടി തോന്നുമ്പോ ഒന്ന് വിടുക. ഞാൻ പറഞ്ഞതും മറന്നുപോയാൽ നോട്ടീസ് എടുത്ത് നിങ്ങൾ വായിച്ചിട്ട് ചെയ്താൽ മതി. സംഭവം അതാണ്. അത് എഴുതിയിട്ടുണ്ട്. ഇതിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനും സുഹൃത്തുക്കളെ. ഇത് നിങ്ങളെ പെരുന്തൽമണ്ണ സംഭവിച്ചാണേ ഗുളിക. ഞാൻ പറഞ്ഞാൽ പറയും മലപ്പുറക്കാരൻ ശ്രീലലി എത്തി 100 ഗുളികന്റെ ആളെത്തി.